ഇതുവരെ പരാതികളൊന്നുമില്ലാതെ തീർത്ഥാടനം വളരെ സുഖകരവും അതോടൊപ്പം തന്നെ പ്രായോഗികമായും നടന്നു എന്നാണ് പൊതുവിൽ ദർശനത്തിനെത്തിയിട്ടുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ പ്രാവശ്യം പരാതിരഹിതമായ ഒരു തീർത്ഥാടനമാണ് ഇതുവരെ നടന്നിട്ടുള്ളത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 ദിവസം മുമ്പാണെങ്കിൽ 1 ലക്ഷത്തിൽ പരം ആളുകൾ വന്ന ദിവസവുമുണ്ട്. നമ്മൾ ആദ്യഘട്ടത്തിൽ 80,000 85,000 ഒക്കെ ആയി ലിമിറ്റ് ചെയ്തിരുന്നെങ്കിലും അതെല്ലാം മറികടന്ന് 1,05,000 പേര് വരെ വന്നിട്ടും യാതൊരു തടസ്സവും കൂടാതെ സുഗമമായി ദർശനം നടത്തി പോകാൻ കഴിയുന്ന സാഹചര്യം സംജാതമായി എന്നുള്ളതാണ് ഈ വർഷത്തെ തീർത്ഥാടനത്തിനുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് അതൊരു ടീം വർക്കാണ്. സംസ്ഥാന ഗവൺമെൻറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതിൻ്റെ കീഴിലുള്ള എല്ലാ ഉദ്യോഗസ്ഥ പ്രമുഖരും അതുപോലെ സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്ന് ഒരു ടീം വർക്ക് നടത്തിയപ്പോൾ അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ടാണ് ഈ സുഖകരമായ അന്തരീക്ഷം തീർത്ഥാടന കാലഘട്ടത്തിൽ ഉണ്ടായി വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മകരവിളക്ക് കാലത്തും അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നാളെ ഞങ്ങൾ അവലോകന യോഗം ചേർന്ന് പ്ലാൻ ചെയ്യും ഭാവി പരിപാടികൾ. ഒരു കാര്യം കൂടെ, അതായത് ചാണ്ടിയുമ്മനോട് അങ്ങ് ഒരു വേദിയിൽ വെച്ച് കാര്യങ്ങളൊക്കെ ഫൈനായിട്ട് പോകുമ്പോൾ ചാണ്ടിയുമ്മൻ പ്രതിപക്ഷ MLA-യും അത് യേസ് വെക്കുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ശരിയാണ്. ഞങ്ങളൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ ചാണ്ടിയുമ്മൻ MLA ഉണ്ടായിരുന്നു. അങ്ങ് പോയതായിരുന്നില്ലേ പരിമലയിൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു സുഖദർശനമായിരുന്നു, എനിക്ക് അനുഭവമാണ് എന്നാ വേദി വെച്ച് പറയുക.